എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് സ്വല്പം സ്പർശിച്ചിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ശരിക്കും സശ്രദ്ധേയം എല്ലാവരും കേൾക്കുകയാണെങ്കിൽ നമുക്ക് വന്നു ഭവിച്ചിട്ടുള്ള വാസ്തുദോഷങ്ങളെക്കുറിച്ചും വാസ്തു പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്കൊരു അവയർനെസ് അല്ലെങ്കിൽ ഒരു ബോധവൽക്കരണം കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ഇത് പൂർണ്ണമായും കേട്ട് കഴിഞ്ഞാൽ ഒരു വാസ്തു, നമ്മുടെ ഒരു വീട് അല്ലെങ്കിൽ നമ്മുടെ ഒരു വാസ്തു അല്ലെങ്കിൽ നമ്മുടെ ഒരു വസതി, ഇതിൽ വന്നു ഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ദോഷങ്ങൾ നമുക്കുണ്ടോ, അഥവാ ഏതെങ്കിലും കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ദേവജ്ഞനെ സമീപിക്കുകയോ അവിടെ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് വാതുദോഷം ഉണ്ടെന്ന് പറയുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് വേണ്ടിയും കൂടിയാണ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ഭൂമി തിരഞ്ഞെടുക്കുന്ന രീതിയെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. എങ്ങനെയാണ് ഭൂമി തിരഞ്ഞെടുക്കേണ്ടത്, ഏത് വിധമുള്ള ഭൂമിയാണ് നമുക്ക് വേണ്ടത്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതോടനുബന്ധമായിട്ട് അന്ന് നമ്മൾ എങ്ങനെ വാസ്തുവിനെ അല്ലെങ്കിൽ ഒരു ഗ്രഹത്തിനെ ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഭൂമിയിൽ എവിടെ നിർത്താം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എങ്കിൽ പോലും ഞാൻ ഒന്നുകൂടെ അത് സൂചിപ്പിക്കുകയാണ്. നമ്മളൊരു ഭൂമി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ചരിവ്, കിഴക്കോട്ടും വടക്കോട്ടും ഒക്കെ ചരിവ് സ്വല്പം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഭൂമിയുടെ കിടപ്പനുസരിച്ച് ആ ചരിവ് തന്നെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വടക്കോട്ടും പടിഞ്ഞാട്ടും തലവെച്ച് നമ്മൾ കിടന്ന് ഉറങ്ങരുതെന്ന് പറയുന്നതിൻ്റെ ശാസ്ത്രം തന്നെ അതാണ്. എന്നുവെച്ചാൽ ഭൂമി വടക്കോട്ടും പടിഞ്ഞാട്ടും ചരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഭൂമി, പ്രത്യേകിച്ച് കേരളം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കിഴക്കോട്ടും തെക്കോട്ടും തലവെച്ച് കിടക്കുന്നത്. വെച്ചാൽ ഈ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയൊക്കെയാണ് ശാസ്ത്രപരമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. അതിലോട്ട് ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആ ഭൂമി തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ ഭൂമിക്കകത്ത് നമ്മളൊരു വാസ്തു ചെയ്യുമ്പോൾ അതിനെ 9 വീതിയായിട്ട്, ആദ്യം നമ്മൾ 4ആയിട്ട് ആ ഭൂമിയെ നമ്മൾ ഖണ്ഡിച്ചിട്ട് അതിൽ നിര്യതി, ഈശാനം എന്ന് 2 ദേവസ്ഥാനവും മനുഷ്യസ്ഥാനവും, അതായത് ദേവഖണ്ഡം, മനുഷ്യഖണ്ഡം എന്നാണ് നമ്മളതിനെ വാസ്തുശാസ്ത്രപരമായി പറയുക. അപ്പോൾ അതിൽ നിര്യതി മനുഷ്യഖണ്ഡത്തിലും ഈശാന്യത്തിലുള്ള ദേവഖണ്ഡത്തിലുമാണ് നമ്മൾ മനുഷ്യന് താമസിക്കാനായിട്ടുള്ള ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഇതൊക്കെ പണിയുന്ന ഈ 2 ഖണ്ഡത്തിലാണ്. അഗ്നിപദം അല്ലെങ്കിൽ അഗ്നിഖണ്ഡം എന്ന് പറയുന്നത് അത് യമപദമായിട്ടാണ് കണക്കാക്കുക. അതുപോലെ വടക്കു പടിഞ്ഞാറുള്ള വായുപദം അതിനെ അസുരഖണ്ഡമായിട്ടാണ് കണക്കാക്കുക. അപ്പോൾ ഇത് രണ്ടും അത് നമ്മൾ വാസ്തുപരമായിട്ട് നമ്മൾ എടുക്കാറില്ല. അപ്പോൾ ഇത് ഭൂമി സെലക്ട് ആയിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, നമ്മൾ ബ്രഹ്മസൂത്രം എന്ന് പറയുന്നത് നമ്മളൊരു ഭൂമിയെ 4ആയിട്ട് അംശിച്ചാൽ അതിൻ്റെ മധ്യത്തിൽ വരുന്ന ആ രജ്ജു, ഇതിന് രജ്ജുക്കളെന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ആ മധ്യത്തിൽ വരുന്ന രജ്ജുവിനെ നമ്മൾ ബ്രഹ്മസൂത്രം എന്നാണ് നമ്മൾ പറയുക. പിന്നെ ഈ ഭൂമിയെ നമ്മൾ 8 രജ്ജുക്കളായിട്ട് തിരിക്കും. അതായത് ഞാൻ പറഞ്ഞ 4 ഇങ്ങനെയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡയഗണലായിട്ട് എടുത്താൽ 2 രേഖ അതിൽ വരച്ചാൽ മൊത്തം നമുക്ക് 8 രജ്ജുക്കൾ വരും. ഇതിൽ ഈ 8 രജ്ജുക്കളിനകത്ത് ആ രജ്ജുക്കളെ നമ്മൾ മാർക്ക് ചെയ്യും. ആ രജ്ജുക്കളെ മാർക്ക് ചെയ്താൽ അതിനകത്ത് രജ്ജുക്കളിൽ വാസ്തുവിൻ്റെ ഭിത്തി, സ്തംഭം, തൂണ് ഇതൊന്നും വരാതെ അതിനാണ് ആദ്യം തന്നെ നമ്മളൊരു വാസ്തുപരമായി സ്കെച്ച് വരയ്ക്കാൻ കഴിവുള്ള ഒരു ആളിനെ, നമ്മളൊരു വ്യക്തിയെ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹത്തിനെ കൊണ്ട് നമ്മൾ വരപ്പിക്കണമെന്ന് പറയുന്നത് അതാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു പ്ലാനൊക്കെ വരച്ചു തരും, പക്ഷേ അവർ വാസ്തുപരമായിട്ടായിരിക്കത്തില്ല. ഈ ഇതിനകത്തൊരു ചാർട്ട് വരയ്ക്കണം, ഒരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫ് വരച്ച് അതിന് നമ്മുടെ എത്ര മുറി, എന്തെല്ലാം നമുക്ക് ഈ വീടിനകത്ത് വേണോ അതെല്ലാം നമ്മൾ ഈ എൻജിനീയറോടോ അല്ലെങ്കിൽ ഈ വാസ്തു കൺസൾട്ടൻറ്റിനോടോ പറഞ്ഞാൽ അവർ അതും പ്രകാരം ഒരു പുറംചിട്ടാദ്യം നമ്മൾ നിശ്ചയിക്കണം. ഈ പുറംചിട്ടെന്ന് പറയുന്നതാണ് വാസ്തുവിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. പുറംചിട്ടെന്ന് പറയുമ്പോൾ ആ പുറംചിട്ടിനെ നമ്മൾ മീറ്റർ സെൻറ്റിമീറ്ററിൽ കണക്കാക്കിയിട്ട്, അപ്പോൾ നമ്മുടെ
അഭിപ്രായം ഇപ്പം ഗ്രഹനാഥൻ്റെ ആഗ്രഹം, അദ്ദേഹം പറയും എനിക്ക് 4 റൂം വേണം, ഒരു അടുക്കള വേണം, ഒരു ഹോള് വേണം, ഇത്ര ബാത്റൂമുകൾ വേണം. ഇതെല്ലാം പറയുമ്പോഴാണ് നമ്മൾ അതിനൊരു കാൽക്കുലേഷൻ എടുത്തിട്ട് നമ്മളൊരു കണക്കാദ്യം തീരുമാനിക്കും മീറ്റർ സെൻറ്റിമീറ്ററിൽ. അപ്പോൾ ഒരു പ്ലാൻ വരയ്ക്കുന്ന ഒരു എഞ്ചിനീയർക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഇത്ര മീറ്റർ ഇത്ര സെൻറ്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇദ്ദേഹം ഈ ഗ്രഹനാഥന് ആഗ്രഹമുള്ള രീതിയിൽ നമുക്കൊരു പ്ലാൻ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് ഇതിനെ മീറ്റർ സെൻറ്റിമീറ്ററിലാക്കി കഴിഞ്ഞ് ഇതിലെ കോൽ കണക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യണം. അപ്പം എങ്ങനെയാണെന്ന് ചോദിക്കുക, അത് ഞാൻ ഇവിടെ പറഞ്ഞുതരാം. എങ്ങനെയാണ് കോൽ കണക്കിലേക്ക് ആക്കുന്നത് മീറ്റർ സെൻറ്റിമീറ്ററിന്? അതായത് നമ്മൾ 72 സെൻറ്റിമീറ്ററിൻ്റെ കോലാണ് നമ്മൾ കിഷ്കു എന്നാണ് അതിന് പറയുക. അപ്പോൾ ആ മധ്യ തിരുവിതാംകൂർ, അതായത് തെക്കൻ തിരുവിതാംകൂറിലൊക്കെ നമ്മൾ എടുക്കുന്ന അമ്പലപ്പുഴ കോൽ എന്നതിനെ പറയുക. ഒരു കോലെന്ന് പറഞ്ഞാൽ 72 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഈ 72-നെ നമ്മൾ എടുക്കുന്ന മീറ്റർ സെൻറ്റിമീറ്ററിനെ 72 കൊണ്ട് ഭാഗിച്ചാൽ നമുക്ക് കോൽ കണക്ക് കിട്ടും. അതാണ് നമുക്ക് കോല്. ഈ കോൽ കണക്കാണ് നമ്മൾ പ്രകാരം, അതായത് വാസ്തുശാസ്ത്രത്തിന് നമ്മൾ കോൽ കണക്കാണ്. ഇപ്പം വിഗ്രഹത്തിന് യവം കണക്കെടുക്കുന്നത് മാതിരി വാസ്തുശാസ്ത്രത്തിന് നമ്മൾ പെര പണിയാനും ക്ഷേത്രങ്ങൾക്കും മനുഷ്യാലയങ്ങൾക്കും എല്ലാം നമ്മൾ കോൽ കണക്കാണ് എടുക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന ഈ പുറംചുറ്റ് അല്ലെങ്കിൽ ഏരിയ, അത് കോൽ നല്ല കണക്കായിരിക്കണം. ഇപ്പം ഗ്രഹനാഥൻ പറയും എനിക്ക് കിഴക്കോട്ട് ദർശനത്തിലുള്ള ഒരു വീടാണ് എനിക്ക് നിർമ്മിക്കേണ്ടത്. അങ്ങനെ വരുമ്പം അതിന് പഞ്ചയോനി ആയിരിക്കണം, ഋഷയോനി ആയിരിക്കണം. അപ്പം അപ്പം നമ്മൾ ചോദിക്കും എങ്ങനെ അത് ഏതെങ്കിലും ഒരു ഭാവത്തോട്ട് നമുക്ക് ഗ്രഹനാഥന് പറയാൻ പറ്റുമോ? പറ്റില്ല. അതായത് രാജവീഥി, പ്രഥമ വീഥി, വീടിൻ്റെ മുന്നിൽ ഉള്ള റോഡുകൾ അല്ലെ വീഥികളെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ പെരയുടെ വാസ്തുവിൻ്റെ ദർശനം നിർണ്ണയിക്കുന്നത്. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് പറഞ്ഞപ്പോൾ പഞ്ചയോനി എന്ന് പറഞ്ഞു. വടക്കോട്ടാണ് അദ്ദേഹത്തിന് വീടിൻ്റെ വഴിയുടെ സൗകര്യം കിട്ടുന്നെങ്കിൽ അത് സിംഹയോനിയാണ്, 3 ആയിരിക്കണം യോനി. പടിഞ്ഞാറ് ഭാഗത്താണ് റോഡിൻ്റെ വീഥിയുടെ വഴിയുടെ സൗകര്യം അവർക്ക് കിട്ടുന്നെങ്കിൽ അത് ധ്വജയോനി, ഏകയോനി ആയിരിക്കണം. ഇനി ഇതെല്ലാത്തിനും ഇത് 3ഉം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തെക്കോട്ടുള്ള ഒരു യോനി എടുക്കാറുള്ളൂ. അതായത് അത് ഗജയോനിയാണ്, 7ആണ് യോനി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ യോനി സ്ഥിരപ്പെടുത്തണം. അപ്പോൾ ഈ യോനി സ്ഥിരപ്പെടുത്തുന്നത് ഈ കണക്ക് പഠിച്ചാലേ നമുക്ക് ഏത് യോനി വരുന്നു എന്നുള്ളത്. ഇനി ഞാൻ ഇതിനെല്ലാം ആസ്പദമായിട്ട് ഞാനൊരു പ്രത്യേക കാര്യം ഞാൻ നിങ്ങളോട് ഏവരോടും പറയാൻ ആഗ്രഹിക്കുന്നു. പറ്റുമെങ്കിൽ നിങ്ങൾക്കെല്ലാം ഒരു വീട്ടിൽ ഒരു കണക്ക് പുസ്തകം, വാസ്തുവിൻ്റെ ഒരു കണക്ക് പുസ്തകം, ഒരു 100 രൂപയൊക്കെ കൊടുത്താൽ ഒരു കണക്ക് പുസ്തകം കിട്ടും, വാസ്തുശാസ്ത്രപരമായിട്ടുള്ള കണക്ക് പുസ്തകം. അപ്പോൾ നമുക്ക് കണക്ക് പുസ്തകം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് സ്വയം നമ്മുടെ വാസ്തു, നമ്മുടെ വീടിൻ്റെ കണക്കിനെ പറ്റി പഠിക്കാനും അറിയാനും പറ്റും. ഞാനിപ്പോൾ ഈ പറഞ്ഞ യോനി, ഇപ്പോൾ കിഴക്കോട്ട് യോനിയാണെങ്കിൽ പഞ്ചയോനി എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പഞ്ചയോനിക്ക് അനുസൃതമായിട്ടുള്ള ആ കണക്ക് പുസ്തകത്തിനകത്ത് ദർശനം, മുഖ്യ ദർശനം, പ്രധാന കട്ടിള എവിടെ കൊടുക്കണമെന്ന് പോലും ആ കണക്ക് പുസ്തകത്തിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കിഴക്കോട്ട് ദർശനത്തിനെടുക്കുന്ന ആ വീടിൻ്റെ കട്ടിള ഏതു ഭാഗത്ത് കൊടുക്കണമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് ഏകദേശം നമ്മളിപ്പോൾ എല്ലാത്തിനും അത്ര കണക്കായിട്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ആ വീടിൻ്റെ പ്ലാൻ അനുസരിച്ചാണ് നമ്മളത് കൊടുക്കുക. എന്നാൽ പോലും തെക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ കട്ടിള വരേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കണക്ക് പുസ്തകം, മനുഷ്യാലയ ചന്ദ്രിക എന്നാണ് അതിൻ്റെ പേര് തന്നെ പുസ്തകത്തിൻ്റെ, മനുഷ്യാലയ ചന്ദ്രിക. ഈ പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു വാസ്തുവിനെ പറ്റി പ്രധാന അറിവുകളൊക്കെ ഞാനിവിടെ പറഞ്ഞു തരികയും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാൽ, ആ പുസ്തകം കൂടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ദർശനം ആദ്യം നമ്മൾ കൺസിഡർ ചെയ്തു. ദർശനം മാത്രം കിട്ടിയോണ്ട് ഒരു വാസ്തുവിൻ്റെ കാര്യങ്ങൾ കണക്കാകുന്നില്ല. പിന്നെ അടുത്തത് നമ്മൾ നോക്കേണ്ടത്, ഈ മനുഷ്യന് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിനും പ്രായമുണ്ട്, ആയുസ്സുണ്ട്. അത് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം. അപ്പം ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യത്തിൽ വരെ നമുക്ക് ഈ മരണക്കണക്ക് നമ്മൾ ഒരിക്കലും സെലക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ മരണക്കണക്കിലൊക്കെ എടുക്കേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വീട്ടിൽ കൂടുതൽ താമസിക്കാൻ പറ്റില്ലെന്നാണ് വാസ്തുശാസ്ത്രം ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ബാല്യത്തിലാവുമ്പം നല്ല കുട്ടികളുടെ ചുറുചുറുക്കും സ്വഭാവമൊക്കെ ആയിരിക്കും എന്നാണ് പറയുക.
കൗമാരമാകുമ്പോൾ ഒരു നല്ല ചുറുചുറുക്ക്, ഒരു ചെറുപ്പക്കാരൻ്റെ ചുറുചുറുക്ക് കൂടി ആ വീട്ടിൽ താമസിക്കാൻ പറ്റും. യൗവനമാകുമ്പോൾ അതിൻ്റേതായിട്ട്, വാർദ്ധക്യമാകുമ്പം ഒരു ക്ഷീണവും അവിടെ താമസിക്കുന്ന വീട്ടുകാർക്കെല്ലാം ഒരു മന്ദതയും അങ്ങനെയൊക്കെ വരും. അനുഭവങ്ങളാണ്, ഞങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസാണ് ഞാനിവിടെ പറയുന്നത്. അപ്പം അത് ആദ്യം നമ്മൾ വീടിൻ്റെ ആയുസ്സിനെക്കുറിച്ച് പഠിക്കണം. അതിനുശേഷം നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കേണ്ടത്, ഈ നമ്മൾ കിഴക്കോട്ട് പഞ്ചയോനി എടുത്തു, നല്ലൊരു കണക്കെടുത്തു. 45 കോലിൻ്റെയൊക്കെ വീട് നല്ല കണക്കാണ്. ഒരു സാധാരണ വീടിന് 45 കോലെന്നൊക്കെ പറയുമ്പോൾ നല്ല കണക്കാണ്. ഞങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കണക്കുകളിലൊന്നാണ് 45 കോലിൻ്റെയൊക്കെ വീടുകൾ. ഈ 45 കോലിൻ്റെ വീട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ ആസ്പദമാക്കിയിട്ട് ഈ വീട് നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ, ഇപ്പോൾ വയസ്സ് ഞാൻ പറഞ്ഞു, അതിൻ്റെ ആയുസ് പറഞ്ഞു. അപ്പോൾ അതോടൊപ്പം തന്നെ ആയം വ്യയം, വരവ് ചിലവ് കണക്കതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നല്ലൊരു കണക്കെടുത്തു, കിഴക്കോട്ട് ദർശനത്തിന് ഒരു പഞ്ചയോനി കണക്കെടുത്തു. പക്ഷേ അതിൽ നോക്കുമ്പോൾ നമുക്ക് വരവും ചിലവും 12 വരവും 4 ചിലവുവാണെങ്കിൽ അത് നല്ലതാണ്. 4 വരവും 12 ചിലവുവാണെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ എന്തായി? 4 വരവുള്ളൂ, 8 കൂടി നമ്മൾ കടം മേടിച്ചുകൊണ്ട് വന്ന് ആ വീട്ടിൽ നമ്മൾ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഈ വാസ്തു മിക്കവാറും ഒരുമാതിരിപ്പെട്ട ഈ ഗ്രഹപ്പിഴയെന്നൊക്കെ നമ്മൾ പറയും. വാസ്തുവിൻ്റെ പിഴയൊക്കെയാണ് ഗ്രഹപ്പിഴയെന്ന് പറയുക തന്നെ. അപ്പോൾ നമ്മൾ ഈ വാസ്തുവിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഈ മനുഷ്യാലയ ചന്ദ്രിക പുസ്തകം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് പഠിക്കാൻ പറ്റും. അപ്പം ഇപ്പം ഞാനീ പറഞ്ഞു വന്നത് ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതോടുകൂടി ഞാൻ പറഞ്ഞു പ്ലാൻ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, എന്തൊക്കെയാണ് അതിനകത്ത് കൃത്യപ്പെടുത്തേണ്ടത്. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് അടുത്തതിലോട്ട് പോകുമ്പോൾ, ഈ വീട് നമ്മൾ പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വീടിനെ ഞാൻ പറഞ്ഞു, കിഴക്കോട്ട് ദർശനമാണെങ്കിൽ ഭൂമിയെ 4ആയിട്ട് അംശിച്ചു. അതിൻ്റെ നിര്യതി പദത്തിലാണ് നമ്മൾ വീട് നിൽക്കേണ്ടത്. മുഖ്യഭാഗവും നിര്യതി പദത്തിൽ നിൽക്കണം. എന്നാൽ വീടിൻ്റെ ഒരു അംശമെങ്കിലും ഈശാന പദത്തിൽ കൂടി കയറി നിൽക്കണം. അപ്പോൾ 2 പദത്തിലും കൂടെ നിന്ന് വേണം വാസ്തു അവിടെ പുനർജനിക്കാൻ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അതിൽ തന്നെ 9 വീഥികളുണ്ട്. ആ വീഥികളെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ഒന്നാമത്തേത് ബ്രഹ്മവീഥിയാണ്, രണ്ടാമത്തേത് ഗണേശവീഥിയാണ്, മൂന്നാമത്തേത് അഗ്നിവീഥിയാണ്, നാലാമത്തേത് ജലവീഥിയാണ്, 5 നാഗവീഥി, 6 യമവീഥി, 7 കുബേരവീഥി, 8 ദേവവീഥി, 9 പിശാചവീഥി. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു, പിശാചവീഥി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വീടിൻ്റെ 4 ഭാഗവും, ഇപ്പം സപ്പോസ് നമുക്ക് വളരെ സ്ഥലം കുറവായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വീട് നിർമ്മിക്കുന്നതെങ്കിൽ തൊട്ട് അയൽവാസി ഉണ്ടാവും നമുക്ക്. അപ്പം നമ്മുടെ പെരയെ വീഴുന്ന വെള്ളം അടുത്ത അയൽക്കാരൻ്റെ പരിസരത്ത് അല്ലെങ്കിൽ അവരുടെ ബൗണ്ടറിക്കകത്ത് വീഴാൻ ഇടവരുത്താത്ത രീതിയാണ് വാസ്തുശാസ്ത്രത്തിൽ പിശാച് വീഥി കൊടുത്തിരിക്കുന്നത്. അത് കൽപ്പിച്ചിരിക്കുന്നത് അതിനുവേണ്ടിയാണ്. തർക്കം, അയൽവാസിയായിട്ട് കലഹം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പിശാച് വീഥി വിടുക എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ വീടിൻ്റെ ഓടിൻ്റെ പുറത്ത് വീഴുന്ന വെള്ളം നമ്മുടെ ബൗണ്ടറിയിൽ തന്നെ വീഴും. അപ്പോൾ പിശാച് വീഥി അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ വീഥി നിർണ്ണയിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ബ്രഹ്മവീഥിയിൽ നിർത്തിക്കൊണ്ട് ഒരു ആവറേജ് വീടൊക്കെ ആണെങ്കിൽ ബ്രഹ്മവീഥിയിലും ജലവീഥിയിലും നിർത്തി നമുക്ക് ചെയ്യാം. അതിലും വലിയ വീടാണ് നമുക്ക് വേണ്ടെങ്കിൽ ബ്രഹ്മവീഥിയും ജലവീഥിയും കുബേരവീഥിയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാം. ഇനി അതിലും വലിയൊരു വീടാണ് നമുക്ക് വേണ്ടെങ്കിൽ ബ്രഹ്മവീഥിയും ജലവീഥിയും കുബേരവീഥിയും ദേവവീഥിയും കൂടെ ഉൾപ്പെടുത്തി നമുക്ക് ചെയ്യാം. അപ്പോൾ അതിനാണ് നമ്മൾ ആദ്യമേ പറയുന്നത്, ഈ ഭൂമിയെ 9 ഖണ്ഡമായിട്ട് നമ്മൾ ഭാഗിക്കും. 9 പദം. ഭൂമിയെ നമ്മൾ 9ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 81 പദമായിരിക്കും ആ ഭൂമിയുടെ പദം. 81 പദത്തിനകത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കും. ഗ്രാഫ് വരച്ച് കഴിഞ്ഞിട്ട് എവിടെല്ലാം രേഖകൾ വന്ന് മുട്ടുന്നോ സ്പർശിക്കുന്നോ അതെല്ലാം നമ്മുടെ രജ്ജു സൂത്രങ്ങളായി. അപ്പോൾ ആ രജ്ജു സൂത്രങ്ങളിൽ നമ്മൾ ഓട്ടോകാഡിലോ അല്ലെങ്കിൽ പ്രോ എഞ്ചിനീയറിലോ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്ങിൽ നമ്മളത് ഡിസൈൻ സോഫ്റ്റ്വെയറിൽ നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്ത് ആ ഭാഗത്ത് ഈ രജ്ജുക്കൾക്കകത്ത് ഭിത്തി, ദർശനം, അതിൻ്റെ തൂണുകൾ ഇതൊന്നും വരാതിരുന്നാൽ ആ വീടിന് 100 ആയുസ്സാണ് വാസ്തുശാസ്ത്രത്തിൽ പറയുക. ഓക്കെ, അപ്പം ഇത്രയും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ് ഇതിവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ ഇതുമായിട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷൻ കേൾക്കാവുന്നതായിരിക്കും. നമസ്തേ.
കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.